നിങ്ങളുടെ യേശു ദൈവമാണെന്ന് നിങ്ങൾ പറയും. ദൈവത്തിന് ഇത് സീസൺ അല്ലാന്ന് പോലും അറിയത്തില്ലേന്ന്. സീസൺ അല്ലാത്ത സമയത്ത് അത്തി തിരക്കി ചെല്ലുക. അപ്പോൾ ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇത് തിരക്കിയാൽ കാണത്തില്ലെന്നുള്ള അറിവ് പോലും നിങ്ങളുടെ ദൈവത്തിന്. ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് ചക്ക തിരക്കി ചെല്ലുന്നു. ചക്ക കാണുമോ? ഇല്ല. ഉടനെ പ്ലാവ് വെട്ടിക്കളയുക. ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? IC യൂണിറ്റിൽ കിടക്കുന്ന രോഗിയോട് ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ്, സുഖമാകാൻ വല്ല താല്പര്യവും? നമ്മളെ കാണുകയാണെങ്കിൽ പറയണേ, പിന്നെ സുഖമാകാനല്ലാതെ പിന്നെ പറമ്പ് വിറ്റ് ബില്ലടയ്ക്കാനാണോ ഇവിടെ വന്ന് കിടക്കുന്നത്? അങ്ങനല്ലേ ചോദിക്കുന്നത്? 38 വർഷമായി ആരെങ്കിലും എടുത്തൊന്ന് ഇടുമെന്നും പറഞ്ഞ് കാത്ത് കിടക്കുന്നവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, സൗഖ്യമാകാൻ വല്ല താല്പര്യം? അവനെ നമ്മളെ കാണുന്ന കൈ പൊക്കാനാകുമായിരുന്നെങ്കിൽ പൊക്കിയിട്ടൊന്ന്. ബൈബിളിൽ വായിക്കുന്നുണ്ട്, യേശു വഴി പോകുമ്പോൾ നിറയെ ഇലകളുള്ളൊരു അത്തിവൃക്ഷം കണ്ടു. അതിൽ ഫലം തിരഞ്ഞ് ചെന്നു. അത് ഫലം കണ്ടില്ല. അത് അത്തിയുടെ കാലം അല്ലായിരുന്നു താനും എന്നെഴുതിയിട്ടുണ്ട്. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു. അത് തൽക്ഷണം ഉണങ്ങിപ്പോയി. ഇത് കൊണ്ട് നേരെ നമ്മടുത്ത് വന്നിട്ട് എന്താ ചോദിക്കണത്? ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് ചക്ക തിരക്കി ചെല്ലുന്നു. ചക്ക കാണുമോ? ഇല്ല. ഉടനെ പ്ലാവ് വെട്ടിക്കളയുക. ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? ഉണ്ടെന്നില്ലാരും. ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് ഒരാൾ പ്ലാവിൽ എന്ത് ചെയ്യുക? ചക്ക തിരക്കി ചെല്ലുക. എന്നിട്ട് പ്ലാവിൽ ചക്ക ഒന്നുമില്ല. ഉടനെ ദേഷ്യപ്പെട്ടിട്ട് കോടാലി എടുത്തുകൊണ്ട് വന്ന് പ്ലാവ് അങ്ങ് മുറിച്ച് കളയുക. യോഗ്യമാണോ ന്യായമാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇയാൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളുടെ യേശു ദൈവമാണെന്ന് നിങ്ങൾ പറയും. ദൈവത്തിന് ഇത് സീസൺ അല്ലാന്ന് പോലും അറിയത്തില്ലേന്ന്. സീസൺ അല്ലാത്ത സമയത്ത് അത്തി തിരക്കി ചെല്ലുക. അപ്പോൾ ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇത് തിരക്കിയാൽ കാണത്തില്ലെന്നുള്ള അറിവ് പോലും നിങ്ങളുടെ ദൈവത്തിന്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ? അപ്പം നമ്മൾ പഠിക്കണം. അങ്ങനെ യുവന്മാർ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഞാൻ ബൈബിൾ പഠിച്ചു. കൃപയാൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ബൈബിള് പഠിക്കാനിടയായ സാഹചര്യങ്ങൾ ഈ മുസ്ലിം സഹോദരങ്ങളോട് നന്ദി പറയണം. കാര്യം ഇവർ കുടുക്ക് ചോദ്യങ്ങളും കൊണ്ട് എൻ്റെ പുറകെ വന്നു. ഇവർ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തി, സംവാദങ്ങൾ സംഘടിപ്പിച്ചു, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇട്ടത്. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് പുസ്തകവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരുന്നു. പിന്നീട് ഭീമാപ്പള്ളി, തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ പോയി. എന്തിനാന്ന് വെച്ചാൽ ഒരു അംഗീകരിക്കപ്പെട്ട മലയാളം ഖുർആൻ്റെ പരിഭാഷ മേടിച്ചുകൊണ്ട് വന്നു. നാളെ ആരെങ്കിലും ചോദിച്ചാൽ അബദ്ധം പറ്റിപ്പോയെന്ന് പറയാതിരിക്കാൻ ഇത് രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാം, പഠിക്കും തോറും വേദപുസ്തകം ചേർത്ത് പിടിക്കാൻ അഭിമാനമാണ് തോന്നിയത്. അതിന് എന്നാലും യേശുവിന് അത് അറിയത്തില്ലായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കണ്ട. അവിടെ തന്നെ ആ എഴുത്തിൽ തന്നെ ഉത്തരവും കിടപ്പുണ്ട്. എന്താണ്? നിറയെ ഇലകളുള്ള അത്തിവൃക്ഷം കണ്ടു എന്നൊരു പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്തിവൃക്ഷത്തിൻ്റെ ഒരു സ്വഭാവം, സീസൺ അല്ലാത്ത സമയത്ത് ഇല മുഴുവൻ പൊഴിച്ച് ഒരു ചുള്ളിക്കമ്പ് നിൽക്കുന്ന പോലെ നിൽക്കുന്ന മരമാത്തി. എന്നാൽ സീസൺ ആകുമ്പോൾ ഇല മുഴുവൻ തളർത്ത് പന്തൽ പോലെ കിടക്കുമ്പോൾ നമുക്കറിയാം എന്തായി? സീസണായി, അതിൻ്റെ അകത്ത് ഫലമുണ്ട് എന്നറിയാം. യേശു എന്തുകൊണ്ട് അതിൽ ഫലം തിരക്കി ചെന്നു എന്ന് ചോദിച്ചാൽ, സീസൺ അല്ലാത്ത സമയത്തും ആള് നിറയെ ഇലകളോടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഭയങ്കര സെറ്റപ്പാണ്, പ്രയോജനമൊന്നും ഇല്ല. ഇതുപോലെ കുറേ എണ്ണം ദൈവസഭയ്ക്കകത്തും ഉണ്ട്. കണ്ട വലിയ സെറ്റപ്പാണ്. എല്ലാ യോഗത്തിലും വന്നിരിക്കും, വായെ കമ്പിട്ട് കുത്തിയ ഒരു സ്വോത്രം പറയില്ല, കർത്താവിൻ്റെ നാമത്തിൽ ഒരു കാര്യം ചെയ്യില്ല, ദൈവവേലയ്ക്കായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കില്ല, ഒരു പ്രയോജനവുമില്ല. ജൗളിക്കടയിൽ ബൊമ്മ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്യും? വന്നിരുന്നേച്ച് പോകും അല്ലേ? പിന്നെ വല്ലപ്പോഴും കൈയൊന്നും പൊക്കെ കാണിക്കും, ചത്തട്ടില്ലെന്ന് അല്ലേ? അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പോകുന്ന ഒത്തിരി ആളുകൾ ദൈവസഭയ്ക്കുണ്ട്. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ പ്രയോജനമില്ലാത്തതിന് ദൈവത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ ശാപിക്കുന്നു. അത് ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തൊരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ, അവിടെ എഴുതിയിരിക്കുന്നു, പിറ്റേന്നാൾ അവർ ആ വഴി തിരികെ വരുമ്പോൾ ആ വൃക്ഷം, ഏത് വൃക്ഷം? തലേന്ന് യേശുക്രിസ്തു ശപിച്ച ആ വൃക്ഷം, നിന്ന നിപ്പിൽ ഉണങ്ങിപ്പോയ ആ വൃക്ഷം, പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ ആ വഴി വരുമ്പോൾ അത് വേരോടെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നിന്ന നിൽപ്പിൽ ഉണങ്ങിപ്പോയ വൃക്ഷം പിറ്റേന്ന് വേരോടെ മറിഞ്ഞു കിടന്നു. ദാറ്റ് മീൻസ് കർത്താവിൻ്റെ അധികാരം, കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിൻ്റെ
അധികാരം ശിഷ്യന്മാർ കാണേണ്ടതിനും പ്രയോജനമില്ലാത്തതിന് ദൈവസഭയ്ക്ക് ആവശ്യമില്ല എന്ന് ശിഷ്യഗണത്തെ പഠിപ്പിക്കേണ്ടതിനും കർത്താവ് അവിടെ അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചതാണ്. അല്ലാതെ ദൈവത്തിന് അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. ഇനി ദൈവത്തിന് കർത്താവിന് അറിവുണ്ടോ എന്ന് തെളിയിക്കുന്ന ഒരു വേദഭാഗം വേറെ തരാം. അറിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഭാഗം ഏതാ? നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു ബെഥേസ്ദ കുളക്കടവ് നമുക്ക് കാണാനുണ്ടല്ലേ, അല്ലേ? അവിടെ ബെഥേസ്ദ എന്ന് പറയുന്ന ഒരു കുളക്കടവ് ഉണ്ടായിരുന്നു. അവിടെ 38 വർഷമായി ഒരു തളർവാദ രോഗി അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ആ വേദഭാഗത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ഒന്ന് എടുത്താട്ടെ മോനെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. മതി, നിൽക്കട്ടെ. ഇവിടെ ഒരു ചിന്ത നോക്കേ. യേശു കർത്താവ് ആകെ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എത്ര വയസ്സ് വരെയാണ് നമ്മൾ പഠിക്കുന്നത്? 33.5 വർഷക്കാലം. അപ്പൊ ഈ കൊളക്കടവിൽ പോയ സമയത്ത് പുള്ളിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഒരു വാദത്തിന് വേണമെങ്കിൽ 33 അങ്ങ് പിടിച്ചോ. ഒരു വാദത്തിന് വേണമെങ്കിൽ 33 വയസ്സുള്ളവൻ 38 വർഷമായി കിടക്കുന്നത് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഇവൻ രോഗിയായപ്പോൾ യേശു മറിയയുടെ ഉദരത്തിൽ പോലും ജനിച്ചിട്ടില്ല. മനസ്സിലായോ? പക്ഷേ അവൻ 38 വർഷമായി കിടക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞു. മനസ്സിലായോ? ഇവിടെ കർത്താവിൻ്റെ ദൈവത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിന് അറിവില്ലാത്ത മനുഷ്യനോ അറിവില്ലായ്മ ഒന്നും അല്ല. മാനവജാതിക്ക് വേണ്ടി പ്രാണനെ കൊടുക്കാൻ ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. കാലഘട്ടങ്ങൾക്കപ്പുറത്ത് ക്രൂശിൽ താൻ തൻ്റെ പ്രാണനെ യാഗമാക്കണം എന്ന തിരിച്ചറിവുണ്ടായിരുന്ന മഹാദൈവത്തിന് ഒരു അത്തിയെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടല്ല, ശിഷ്യന്മാരെ അത് പഠിപ്പിക്കേണ്ടതിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു ചിന്തയുണ്ട്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അതെന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ്. എന്തെന്നറിയോ? IC യൂണിറ്റിൽ കിടക്കുന്ന രോഗിയോട് ഡോക്ടർ വന്നിട്ട് ചോദിക്കുകയാണ്, സുഖമാകാൻ വല്ല താല്പര്യവും? നമ്മളെക്കാണാണെ പറയണേ പിന്നെ സുഖമാകാനല്ലാതെ പിന്നെ പറമ്പ് വിറ്റ് ബില്ലടയ്ക്കാനാണോ ഇവിടെ വന്ന് കിടക്കുന്നത്? അങ്ങനല്ലേ ചോദിക്കുന്നത്? 38 വർഷമായി ആരെങ്കിലും എടുത്തോന്ന് ഇടുവെന്നും പറഞ്ഞ് കാത്ത് കിടക്കുന്നവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, സൗഖ്യമാകാൻ വല്ല താല്പര്യം? അവനെ നമ്മളെ കാണുന്ന കൈ പൊക്കാനാകുമായിരുന്നെങ്കിൽ പൊക്കിയിട്ടൊന്ന് തന്നേനെ. പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ചാനെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചോദ്യം കർത്താവ് പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. സൗഖ്യമാകാൻ എന്തൊരു പൊട്ടൻ ചോദ്യമാണെന്ന് നമുക്ക് തോന്നും. അല്ല, പിന്നെന്താ? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാവോ? ദൈവമേ എനിക്ക് ആരുമില്ല, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നാവിൽ നിന്ന് ദൈവം കേൾക്കാൻ ആശിക്കുന്നു. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ നീ അല്ലാതെ, അത് പറയുന്നിടത്താണ് ദൈവപ്രവൃത്തി. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയും, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് ആവുന്ന പണി 58 ചെയ്തേച്ച് അത് പറ്റത്തില്ലെന്ന് വന്നാൽ നമ്മൾ ആരെടുത്ത് പറയും? നമ്മളെല്ലാ പണിയും നോക്കും പരിഹരിക്കാൻ. ഒടുവിൽ പറ്റാതെ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ടോ എന്ന് തപ്പി നടക്കും. അല്ലെങ്കിൽ നമ്മൾ ബൈബിളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. നോ, നമ്മൾ ദൈവത്തോട് പറ, കർത്താവ് ഈ വിഷയം എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ദൈവമേ നീ അല്ലാതെ എനിക്ക് ആരും ഇല്ല. എന്നാലും ഇതേ ചോദ്യമാണ് യെരിഹോവിനടുത്തിരുന്ന കുരുടനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? അല്ലേ? ഇവിടെ അവിടെ കൂടിയിരിക്കുന്ന സകല മനുഷ്യന്മാർക്കും അറിയാം ഇവൻ യേശുവിനോട് നിലവിളിച്ചത് എന്തിനാ? ചില്ലറയ്ക്ക് വേണ്ടിയാണ് പുരുഷാരം പുറകെ വരുന്നുണ്ട്, അവരോടത്ത് മേടിക്കാം. യേശുവിനോട് ദാവീദ് പുത്രാന്ന് വിളിച്ചു, എന്തിനാ? കാഴ്ച കിട്ടണം. അപ്പോൾ കർത്താവ് ചോദിക്കുക, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഇവിടെ അറിയത്തില്ലയോ? അറിയാം. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് നിന്റെ ആവശ്യം എന്താണെന്ന് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞ് ദൈവത്തിന് കേൾക്കണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥന.
മനസ്സിലായി? നിൻ്റെ ആവശ്യം. ചില ആളുകൾ പറയും, ഓ ഞാൻ നിങ്ങളെ പോലൊന്നും പ്രാർത്ഥിച്ചില്ലേലും ദൈവമെല്ലാം അറിയാം, എന്നെ ദൈവത്തിന് നല്ലപോലെ അറിയാം, ഞാൻ ഇങ്ങനെ ഒത്തിരി ഒന്നും പ്രാർത്ഥിച്ച്. അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ, നമ്മൾ നേരത്തെ ഫിലിപ്പോസിൻ്റെ ലേഖനത്തിൽ വായിച്ചത് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്ര. അത് ദൈവത്തിന് എന്താ അറിയില്ലാത്ത പുള്ളി ആയതുകൊണ്ടാണോ അറിയിക്കാൻ പറഞ്ഞത്? അല്ല, നമ്മുടെ നാവ് കൊണ്ട് നമ്മളത് പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മൾ ചില കുഞ്ഞുങ്ങളെ ഇട്ട് ഇങ്ങനെ തോണ്ടുന്ന എന്തിനെന്നറിയാം? നമ്മൾ ചില കുഞ്ഞുങ്ങളെ മനഃപൂർവ്വം ഇട്ട് എന്ത് ചെയ്യും? തോന്നും. അതിങ്ങനെ തിരിച്ചു പറയുന്നതും ചില പോടാന്ന് വിളിക്കുന്നതൊക്കെ കേൾക്കാൻ നമുക്കൊരു സുഖമുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കുഞ്ഞുങ്ങളെ ഇട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ഇളക്കും. അതിൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാനൊരു സന്തോഷമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് ഒരു പിതാവായിരുന്നു കൊണ്ട് നമ്മുടെ വിഷയങ്ങൾ കേൾക്കുവാനുള്ള ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അങ്ങ് പറഞ്ഞേക്കണം. കർത്താവിന് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ദൈവം സകലവും പരിഹരിക്കും.